മുഖ്യമന്ത്രിക്ക് വല്ലാത്ത ഒരു സമ്മർദ്ദം കൊടുക്കുവാണല്ലോ കേരള കോൺഗ്രസ്. ഇതിന്റെ അവസാനം നല്ല രീതിയിലായിരിക്കുമോ? അല്ല, കേരള കോൺഗ്രസ് അങ്ങനെ ഒരു സമ്മർദ്ദം മുറുക്കി നിൽക്കാനായിട്ട് കാരണമുണ്ട്. ഇത് എന്താണ്, ഒരു ചൊല്ലുണ്ടല്ലോ, മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ പുറത്തോട്ട് ചാടാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു കാരണം കൂടെ കിട്ടി. അത് നല്ലതായി. ഇറങ്ങുമ്പോൾ ഒരു കാരണം വേണ്ടേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വന്യജീവി പ്രശ്നമാണ്. നമ്മൾ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പ്രത്യേകം മാണി വിഭാഗം എന്ന് പ്രത്യേകം എടുത്ത് പറയണം. അവരാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദം കൊടുക്കുന്നത്. ഇല്ല, അവരാ നിർണായകമായിട്ടുള്ള കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ മാണി കോൺഗ്രസ്, അതായത് ജോസ് കെ മാണി, കുഞ്ഞുമാണിയുടെ കേരള കോൺഗ്രസ് ആണിപ്പോൾ ശക്തമായിട്ടുള്ളത്. കുഞ്ഞുമാണിയായ നേതൃത്വത്തിലായിരിക്കും ഇങ്ങോട്ട് ചാടാൻ നിൽക്കുക. കോൺഗ്രസ്സുകാർ പരസ്യമായിട്ട് തന്നെ ഇങ്ങ് പറഞ്ഞല്ലോ, കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാൽ തലത്തിലും ഒക്കെ തന്നെ ചർച്ച നടക്കുന്നുണ്ട്. വളരെ സേഫായിട്ടുള്ള ഒരു മണ്ഡലം കൊടുക്കണം. പാലയിൽ കാലുകുത്താൻ പറ്റത്തില്ല. മാണി സി കാപ്പൻ ഇന്നും പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടൊന്നും അനുവദിക്കത്തില്ല, അത് കണ്ടുകൊണ്ട് വരികയെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് UDFിലാണ് മാണി സി കാപ്പൻ നിൽക്കുന്നത്. അപ്പോൾ വേറെങ്കിലും സുരക്ഷിതമായ ഇടം കൊടുക്കണം. അപ്പോൾ ഈ പോകാനുള്ള കാരണമായിട്ട് ഇപ്പോൾ കാണുന്നത്, പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കരുതുന്നു, പോകാൻ വേണ്ടി തന്നെ, അതായത് ഈ വന്യജീവി ശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് ജോസ് കെ മാണി. ഇത് ഇടത് മുന്നണിയിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. ഇത് മുന്നണിക്കകത്ത് ഉന്നയിക്കേണ്ട കാര്യമാണ്. അത് അവിടെ ഉന്നയിക്കാതെ ജോസ് കെ മാണി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇവിടെ ഇല്ല, അമേരിക്കയിൽ ചികിത്സാർത്ഥം പോയിരിക്കുകയാണ്, 19-ാം തീയതി വരികയുള്ളൂ. അപ്പം സഭ അതിന് ശേഷമേ കൂടുകയുള്ളൂ. മുഖ്യമന്ത്രി വന്ന് ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളത് അറിയാനാണ് ഇപ്പം പലരും കാത്തിരിക്കുന്നത്. ജോസ് കെ മാണി ആ ഒരു പേര് പിടിച്ചുകൊണ്ട്, കാരണം ജോസ് കെ മാണിക്ക് ഇതിനകത്ത് സമ്മർദ്ദം കയറുന്നുണ്ട്. ഇവരുടെ ഈ പിന്നെ സഭയിൽ നിന്ന്, മെത്രാന്മാരുടെ ഈ സഭയിൽ നിന്ന് തന്നെ ശക്തമായി ഉയരുന്നുണ്ട് LDF സർക്കാരിൻ്റെ ഈ വന്യജീവി പ്രശ്നത്തിലുള്ള നേരിടുന്നതിലുള്ള പരാജയത്തെക്കുറിച്ച്. മലയോര കർഷകർ വല്ലാണ്ട് ഈ ഒരു കാര്യത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം അതിനുവേണ്ടി യാതൊന്നും നമ്മുടെ സർക്കാർ ചെയ്തില്ല എന്നുള്ളത് നമ്മൾക്ക് കാണാവുന്ന, എന്നും മാധ്യമങ്ങളിൽ വരുന്ന പല കാര്യങ്ങളാണ്. കർഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? തിരഞ്ഞെടുക്കപ്പെട്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ കർഷകരുടെ ഇടയിൽ നിന്ന്, പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗമാണ്, കർഷക വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു പ്രശ്നം സഭകളിൽ നിന്ന് മാണി നേരിടുന്നുണ്ട്. അപ്പോൾ സഭയുടെ ഒരു തീരുമാനമില്ലാണ്ട് മാണി ഇത്തരത്തിൽ LDFിന് പിന്തുണച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് തകരുക തന്നെ ചെയ്യും. അതെന്തായാലും നോക്കിക്കണ്ടേ മാണി ചെയ്യത്തോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കേന്ദ്ര നിയമത്തിലെ ഈ വ്യവസ്ഥകളാണ് വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് തടസ്സമെങ്കിലും പ്രത്യേക നിയമത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിനൊരു കാരണം കൂടി പറയുന്നത്, ജല്ലിക്കെട്ട് നിരോധിച്ച കോടതി വിധി മറികടക്കാൻ തമിഴ്നാട് പ്രത്യേക നിയമ നിർമ്മാണം നടത്തിയ മാതൃക നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കേന്ദ്ര വനം നിയമം, വനം വകുപ്പിനൊരു പിന്നെ പ്രമേയം അയച്ചിട്ടുണ്ട്. അതായത് ഈ വന നിയമങ്ങൾ പലതും മാറ്റണം എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷെ അതിൽ നിന്നുള്ള വേണ്ട തരത്തിലുള്ള മറുപടി കിട്ടിയിട്ടില്ല. കേരള കോൺഗ്രസിനെ UDFിലെത്തിക്കാൻ കോൺഗ്രസ് അതിൻ്റെ വഴിക്കുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ ആണ് ഇടതുമുന്നണിയെ ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് പിന്നെ ബിഷപ്പുമാരുടെ എല്ലാം തന്നെ വളരെ ശക്തമായ സമ്മർദ്ദം ഇതിനകത്തുണ്ട്. സർ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് UDF യോഗം വിളിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസിലെ മറ്റു പല ഘടക കക്ഷികളും ഇത്തരത്തിൽ UDFിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു ജനവിരോധം LDF സർക്കാരിൻ്റെ പേരിലുണ്ട്. അപ്പോൾ എത്തരത്തിൽ ഇനി സമരങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഇനിയിപ്പോൾ ഇന്നത്തെ യോഗത്തിൽ നടക്കുന്നത്. ആ കൂട്ടത്തിൽ
ഈ ഒരു കാര്യം കൂടി ചിലപ്പോൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഘടകകക്ഷികളെ എങ്ങനെ ചേർക്കണം, എന്ത് തരത്തിൽ വിപുലീകരിക്കണം എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഒരുപക്ഷെ മണിയുമായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ UDF-ലോട്ട് മണിക്ക് കടക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഒരുപക്ഷെ ചില മന്ത്രിമാർ ഇതിനകത്ത് കടക്കണമെന്നില്ല. കാരണം പിണറായിക്ക് എന്താ പറയുന്നത്, പാദസേവ എന്ന് പറയില്ല, പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 1-2 പേര് ഇതിനകത്ത് നേതാക്കൾ ഉള്ളതുകൊണ്ട് അവർ ഇത്തരത്തിൽ മാറാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. LDF വിടുന്നതിനോട് മന്ത്രി റോഷി അഗസ്റ്റിന് പിന്നെ ചീഫ് വിപ്പ് N ജയരാജ് എന്നിവർക്ക് യോജിപ്പില്ലെന്നാണ് സൂചന. പിന്നെ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അവർ പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് ഒന്നുകൂടെ പിളരുന്നത് നമുക്ക് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ സർ, പിളരും തോറും വളരും തോറും പിളരും. പിളരാതിരിക്കാനാവതില്ലല്ലോ, പിളരട്ടെ, നല്ലതല്ലേ. ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ഒന്നുകൂടി നമുക്ക് എടുത്ത് പറയാം. അത് പിന്നെ KM മാണി തന്നെയാണ് പറഞ്ഞത്. KM മാണിയാണ് ഈ വിശേഷണം എല്ലാം കൊടുത്തിട്ടുള്ളത്. കേരള കോൺഗ്രസ് സുന്ദരിയാണ്, അവളുടെ പിന്നാലെ ഇങ്ങനെ പലരും നടക്കുന്നുണ്ട്. ശരിയാ, എല്ലാവരും നടക്കുന്നുണ്ട്. എല്ലാ മുന്നണികളും മാറി മാറി കേരള കോൺഗ്രസിനോട് നടക്കുന്നുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഈ UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ജോസഫുണ്ട്. ജോസഫ് വളരെ പ്രായം ആയി കഴിഞ്ഞു. അദ്ദേഹം ഇനി അടുത്ത തവണ മത്സരിക്കാൻ ഇവിടെ ഇറങ്ങത്തില്ല. അദ്ദേഹം ഉണ്ടാകും, പക്ഷെ മകനെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. മകനെ ഇറക്കുന്നതിനോട് അതിനകത്ത് അവിടെ പാർട്ടിയിൽ പലർക്കും യോജിപ്പൊന്നുമില്ല. അപ്പോൾ ഇവരെ ഒന്നിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം ജോസഫ് മുമ്പോട്ട് വെക്കുകയുണ്ട്. സർ, മാത്രമല്ല ഇപ്പൊ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഇപ്പൊ സഭയിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്നിടത്ത് ഇനിയിപ്പോ 8 മാസം കൂടെ ഉള്ളൂ. എന്തവതരിപ്പിക്കാൻ? ഇതൊക്കെ ഒരു കാരണം കണ്ടെത്തുക മാത്രമല്ലേ? അല്ല, ഇതൊരു കാരണമാണ് അവരുണ്ടാക്കുന്നത്. ഇത്രയും നാളില്ലാത്ത ഈ തെരുവുനായ ശല്യം പറയുന്നുണ്ട്, വന്യജീവി സംഘർഷം. ഈ വന്യജീവി സംഘർഷം മനുഷ്യനെ കൊല്ലുന്നു, കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. ഇത് തുടങ്ങിയത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, നാളുകളായി. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട് എന്നീ ജില്ലകളിലുള്ള കർഷകർക്കും മനുഷ്യർക്കുമാണ് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇതിനകത്ത് കേരള കോൺഗ്രസിൽ കൂടുതലും ഈ ക്രൈസ്തവരാണുള്ളത്. മലയോര കർഷകരുണ്ട്, അത് ക്രൈസ്തവരാണ് കൂടുതൽ. അപ്പോൾ ഇവരുടെ ഒക്കെ തന്നെ വോട്ട് നിലനിർത്തണം. ഇവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ UDF-ന് കൂടുതൽ ശക്തി കിട്ടും എന്ന് UDF കൺവീനർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് UDF-ന്റെ വിജയം ഒന്നുകൂടെ ഉറപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലം കൊടുക്കണം എന്നുള്ളതാണ്. ആ സുരക്ഷിതമായ മണ്ഡലം കൊടുക്കണം. പിന്നെ ഇത്ര സീറ്റ് ആ പാർട്ടിക്ക് കൊടുക്കണം മത്സരിക്കാൻ. പിന്നെ എത്ര മന്ത്രിമാർ ഉണ്ടായിരിക്കണം, ജോസ് കെ മാണിക്ക് ഏത് വകുപ്പായിരിക്കും എന്നുള്ളത് പോലും ചർച്ചയിൽ നിൽക്കുന്ന കാര്യമാണ്. അതങ്ങനെ തന്നെ പോകും. കാരണം അതൊക്കെ കിട്ടിയതിന് ശേഷമേ ഈ മറ്റു കാര്യങ്ങൾ അവിടെ നിന്ന് ചാടി പുറപ്പെടത്തുള്ളൂ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കൂടെ നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിനൊന്നും കൂടെ ശക്തമാകാൻ പോകുന്നത്. ഈ ഒക്ടോബർ അവസാനമാകുമ്പോഴത്തേന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയും. അപ്പോൾ പിന്നീടുള്ള നാളുകളെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ആ സമയത്ത് നമുക്ക് ചിത്രം അറിയാം, കുഞ്ഞുമാണിയും സംഘവും എങ്ങോട്ടേക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.